വലിയ രീതിയിലുള്ള അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനകം അത് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിനടിയിൽ ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നേരത്തെ സംശയമുണ്ടായിരുന്നു. ഒരാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞതുപോലെ NDRF സംഘം അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ച് വലുതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് സംഘവും അങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്രത്തോളം ആൾക്കാർ അതിനിടയിൽ കുടുങ്ങിയിട്ടുണ്ട്, ആരാണ് കുടുങ്ങിയത്, ഈ നിർമ്മാണ തൊഴിലാളികളാണോ കുടുങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നുണ്ട്. ആ പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ അല്പം വലിയ രീതിയിൽ തന്നെ ഒരു ദുരന്തം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ജില്ലയിൽ മഴയില്ല. കഴിഞ്ഞ ദിവസം രാത്രികളിലൊക്കെ കനത്ത മഴ തുടരുന്നുണ്ടായിരുന്നു. ഈ തുരങ്കപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണോ ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ അത് അത്തരത്തിലൊരു അപകടമാണ് ഉണ്ടായതെങ്കിൽ നിർമ്മാണ തൊഴിലാളികളാണോ മണ്ണിനടിയിൽ പെട്ടത്, അവരാണോ അപകടത്തിൽപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ തന്നെയായിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. നിരവധി വാഹനങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. നിലവിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ ഒരാളെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. NDRF സംഘത്തോട് അങ്ങോട്ട് പുറപ്പെടാൻ മന്ത്രിയുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള അപകടം അവിടെ സംഭവിച്ചു എന്നും വ്യക്തമാവുകയാണ്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപകട സമയത്തുള്ള ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിച്ച നിരവധി ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മണ്ണിനടിയിൽ ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനകത്ത് ഒരാളെ ഇപ്പോൾ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പേർ ഇനി ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നിരവധി വാഹനങ്ങളൊക്കെ ആ ദൃശ്യങ്ങളിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. റെഡ് അലർട്ട് ഒന്നും നിലവിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിലവിലുള്ളത് ഓറഞ്ച് അലർട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തുരങ്കപാതയുടെ നിർമ്മാണമൊന്നും ഏതു രീതിയിൽ നിർത്തിവെച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല. അതിലും ഒരു വ്യക്തത വേണം. ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണോ ഈ ഒരു അപകടം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ലഭിച്ചിട്ടില്ല. കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരാളിപ്പോൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്ര പേർ ഇനി ഇതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, ഇത് നിർമ്മാണ തൊഴിലാളികളാണോ, പരിസര പ്രദേശത്തുള്ള ആൾക്കാരാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഫൈസൽ, നമ്മൾ സംഘം അവിടെ എത്തിക്കഴിഞ്ഞു. നമുക്ക് പുതുതായി എന്താണ് ലഭിക്കുന്ന വിവരം? തന്നെ നമ്മൾ അവിടേക്ക് എത്തും. ഇനി ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് അവിടേക്ക് എത്താനുള്ളത്. മേപ്പാടിയിൽ നിന്ന് ഈ കള്ളാടി ഭാഗത്തേക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ആകെ ഒരു റോഡാണുള്ളത്. ആ റോഡ് തന്നെ കഴിഞ്ഞ 8 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണം, ഇത്ര കാലമായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു റോഡ് തന്നെയാണ്. കഴിഞ്ഞ മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായപ്പോൾ, അതിനു മുമ്പ് പുത്തുമല ദുരന്തമുണ്ടായപ്പോഴൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും അധികം വെല്ലുവിളിയായത് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മണ്ണിനടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷാപ്രവർത്തകർ പുറത്തെത്തിക്കുകയാണ്. അവരിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. വലിയൊരു ദുരന്തം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്കയാണ് നിലവിലുള്ളത്. ഫൈസൽ, തുടരാം. ജിന, ഈ പറയുന്ന കള്ളാടി താഞ്ഞിലോട് പ്രദേശത്തെ ഈ പുഴയുടെ താഴ്ഭാഗത്തായി ഉള്ള ആളുകളോടൊക്കെ ഇപ്പോൾ മാറാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു വരിക ഈ കള്ളാടി പുഴയിലൂടെ താഞ്ഞിലോട് ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ഒരു പ്രവൃത്തികൾ ആരംഭിക്കും. ആ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഈ ചെളിയിൽ പുഴയിലൂടെ പോകുന്നതും നാട്ടുകാർക്ക് ദുരിതമാകുന്നതൊക്കെ പലതവണ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണ് പൂർണ്ണമായും ഒലിച്ചു വരുന്ന താഴ്ഭാഗത്ത് 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള കുടുംബങ്ങളോട് പൂർണ്ണമായും അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ നൽകിയിട്ടുണ്ട്. NDRF സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ആർക്കെങ്കിലും ആളപായമുണ്ടോ എന്നുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ ഒന്നും തന്നെ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. മണ്ണിനടിയിൽ
പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതീവ ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. പൂർണ്ണ സജ്ജമായിക്കൊണ്ട് നാട്ടുകാരും രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ ഈ ഒരു പ്രദേശത്തുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഇനി ആരെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും മണ്ണിനടിയിൽ ഉണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിലൊക്കെ തന്നെ അല്പസമയത്തിനകം നമുക്ക് വ്യക്തത വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ണിനടിയിൽ നിന്ന് ഒരാളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആരാണെന്നതിനെ പറ്റി എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നിർമ്മാണ തൊഴിലാളിയാണോ, അല്ല ഏതെങ്കിലും പരിസരവാസികൾ ആരെങ്കിലും ആണോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ജിന, അത്തരത്തിലുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ ആ ഒരു ദൃശ്യം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇനി എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണവും മറ്റു വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് വൈകാതെ തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശമാണ് എല്ലാവർക്കും നൽകിയിട്ടുള്ളത്. മഴ എന്തായാലും പൂർണ്ണമായി ഇവിടെ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. രക്ഷാ ദൗത്യം കൂടുതൽ ഊർജിതമായിക്കൊണ്ട് നടത്താനുള്ള ശ്രമങ്ങളാണ് എല്ലാവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാഗത്ത് പരിസര പ്രദേശങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു മുൻകരുതലാണ് ഇപ്പോൾ ഏറ്റവും ആദ്യമായി എടുക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ആളുകളെ, കുടുംബങ്ങളെയൊക്കെ മാറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഓരോ ഭാഗത്തായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ പൂർത്തിയായാൽ ഒരുപക്ഷെ ഈ ആളുകളുടെ ഈ ഒരു അപകട സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇനിയുള്ളത് ഇതിന് മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ തൊഴിലാളികൾ അതിലാരെങ്കിലും പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ, ഉദ്യോഗസ്ഥരാരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. പൂർണ്ണമായും സജ്ജമായിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും അപകടം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുക. നമ്മുടെ മുമ്പിൽ പല ദുരന്തങ്ങളും ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ മറഞ്ഞു പോയിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെ വർഷം 2 ആകുന്നു. ജൂലൈ 30 ആകാൻ വേണ്ടി മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 2 വർഷം ആകുമ്പോൾ തന്നെ ഇതാ മറ്റൊരു മണ്ണിടിച്ചിൽ കൂടി, അതീവ പരിസ്ഥിതി ലോല മേഖലയായ ഈ ഒരു മേഖലയിൽ അത് മറ്റൊരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ജീന.